കരിപ്പൂർ സ്വർണം പൊട്ടിക്കൽ കേസിൽ 2 പേർ കൂടി പോലീസ് പിടിയിൽ. മലപ്പുറം മുണ്ടുപറമ്പ് സ്വദേശി മുഹമ്മദ് സൽമാൻ, സാലിഹ് പരപ്പരങ്ങാടി സ്വദേശിയായ സാദിഖ് പി എന്നിവരാണ് പിടിയിലായത്. നേരത്തെ 13 പേർ പിടിയിലായിരുന്നു. ഗൂഗിൾ കെ വേണുഗോപാൽ ചേരുന്നുണ്ട് വിവരങ്ങളുമായി മലപ്പുറത്ത് നിന്ന്. ഗൂഗിൾ, ആ സംഘത്തിലെ 2 പേർ കൂടി പിടിയിലാകുന്നു. ഇനിയും ആളുകളുണ്ടോ പിടിയിലാകാൻ? 5 സംഘങ്ങളായിരുന്നു 7/6/2026 കഴിഞ്ഞയാഴ്ച കരിപ്പൂർ എയർപോർട്ടിലേക്ക് സ്വർണം പൊട്ടിക്കാനായി എത്തിയത്. 5 സംഘങ്ങളിൽപ്പെട്ട നിരവധി ആളുകൾ രക്ഷപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിലെ 13 പേരെ നേരത്തെ പിടികൂടി. ഇപ്പോൾ 2 പേരെ പിടികൂടി. മലപ്പുറം മുണ്ടുപറമ്പ് സ്വദേശി മുഹമ്മദ് സൽമാൻ സാലിഹ്, പരപ്പനങ്ങാടി സ്വദേശി സാദിഖ് പി എന്നിവരാണ് ഇപ്പോൾ പിടിയിലായത്. ഈ മുഹമ്മദ് സൽമാൻ സാലിഹാണ് സ്വർണം കൊണ്ടുവന്നിരുന്നത്. ഈ മുഹമ്മദ് സൽമാൻ സാലിഹിൽ നിന്ന് സ്വർണം പൊട്ടിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ടായിരുന്നു 5 അംഗ സംഘം എയർപോർട്ടിന് പുറത്തും അന്താരാഷ്ട്ര അറൈവലിന്റെ ഭാഗത്തൊക്കെ ആയിട്ട് കാത്തു നിൽക്കുന്നുണ്ടായിരുന്നത്. ആ സമയത്താണ് ഈ പോലീസ് സംശയം തോന്നിയതിന്റെ അടിസ്ഥാനത്തിൽ DRIയും പോലീസും ഒക്കെ ചോദ്യം ചെയ്യുകയും ചില ആളുകളെയൊക്കെ പിടികൂടുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ മുഹമ്മദ് സൽമാൻ സാലിഹിനെ കാണാനില്ല എന്ന് പറഞ്ഞ് മുഹമ്മദ് സൽമാൻ സാലിഹിന്റെ കുടുംബം കരിപ്പൂർ പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്ന് നൽകിയ അന്വേഷണത്തിലാണ് സ്വർണവുമായി ഈ മുഹമ്മദ് സൽമാൻ സാലിഹ് സ്വർണവുമായി വന്നതായിരുന്നു. അതിന്റെ സ്വർണം നൽകിയ ആൾ പറയാത്ത ആളുകൾക്ക് കൊടുക്കാതെ മറ്റാളുകൾക്ക് ഇടപാട് നടത്താൻ വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളായിരുന്നു അയാൾ ചെയ്തിരുന്നത്. അർജുൻ ആയങ്കിയൊക്കെ ഉൾപ്പെട്ട കേസാണ് എന്നാണ് ഇത് പോലീസ് പറയുന്നത്. അർജുൻ ആയങ്കിയുടെ സുഹൃത്തായിട്ടുള്ള അഭിജിത്ത് ഉൾപ്പെടെയുള്ള ആളുകൾ പുറത്ത് കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അഭിജിത്തിന് കൊടുത്താൽ 40 ലക്ഷം രൂപ കിട്ടുമെന്ന ഒരു ഓഫർ അയാൾക്ക് വരികയാണ്. എന്നാൽ ആ സമയത്താണ് ഇദ്ദേഹത്തിന്റെ സുഹൃത്തായിട്ടുള്ള ഇപ്പോൾ പിടിയിലായിട്ടുള്ള പരപ്പനങ്ങാടി സ്വദേശി സാദിഖ് പി കേസിൽ ഇടപെടുന്നത്. സാദിഖ് പറയുന്നത് ഷിബി എന്നൊരു പരിചയക്കാരൻ തന്റെ കൂടെയുണ്ട്, അയാൾക്ക് നൽകുകയാണെങ്കിൽ നമുക്ക് 4 പേർക്ക് 3-4 ആളുകൾക്ക് ഈ സ്വർണം വീതിച്ചെടുക്കാമെന്നൊരു ഉപാധി വെച്ചു. അങ്ങനെ മുഹമ്മദ് സൽമാൻ സാലിഹും സാദിഖ് പിയും കൂടി എറണാകുളത്തേക്ക് പോവുകയും ഈ സ്വർണം വീതിച്ചെടുക്കുകയുമായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലാണ് ഇപ്പോൾ ഇവരെ പിടികൂടിയിട്ടുള്ളത്. ഈ മുഹമ്മദ് സൽമാൻ സാലിഹിന്റെ കുടുംബം ഇയാൾ മിസ്സിംഗ് ആണ് എന്ന് നൽകിയ പരാതിയെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഈ സ്വർണവുമായി കൊണ്ടുവന്ന മുഹമ്മദ് സൽമാൻ സാലിഹ് തന്നെയാണ് മുങ്ങിയത് എന്ന് പോലീസിന് മനസ്സിലാവുകയും അങ്ങനെ ഇയാളെ പിടികൂടുകയും ചെയ്തിട്ടുള്ളത്. ഇനിയും ഈ കേസിൽ നിരവധി ആളുകൾ പിടികൂടാനുണ്ട്. കേസിൽ ഇനിയും ആളുകൾ കസ്റ്റഡിയിലാവാനുണ്ട് എന്നാണ് പോലീസ് നൽകുന്ന വിവരം. കാരണം 5 സംഘമായിരുന്നു. അതിൽ ഒരു സംഘത്തിലെ 3 പേരും മറ്റൊരു സംഘത്തിലെ 2 പേരും രക്ഷപ്പെട്ടിട്ടുണ്ട്. അതിലിപ്പോൾ 2 പേരെയാണ് പോലീസ് പിടികൂടിയിട്ടുള്ളത്. ഇനിയും നിരവധി ആളുകൾ പിടികൂടാനുമുണ്ട്. ഗൂഗിൾ, ശരി, 7-ാം തീയതി നടന്ന സ്വർണം പൊട്ടിക്കൽ ശ്രമവുമായി ബന്ധപ്പെട്ട കേസിലാണ് ഇപ്പോൾ 2 പേർ കൂടി പിടിയിലായിരിക്കുന്നത്. ഗൂഗിൾ കെ വേണുഗോപാലാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.